നമസ്കാരം, മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരമാണ് നവ്യ നായർ. അഭിനയത്തിലും നൃത്തത്തിലുമെല്ലാം ഒരുപോലെ കഴിവ് തെളിയിച്ച നവ്യ കരിയറിൽ ഏറെ തിളങ്ങി നിന്ന സമയത്താണ് വിവാഹം കഴിച്ചു പോകുന്നത്. മലയാളത്തിൽ എന്ന പോലെ അന്യഭാഷാ ചിത്രങ്ങളിലും തിളങ്ങി നിന്നപ്പോഴാണ് സന്തോഷ് മേനോനുമായി വിവാഹം നടക്കുന്നത്. മുംബൈയിലേക്കാണ് വിവാഹശേഷം പോയ നവ്യ അധികം വൈകാതെ അമ്മയുമായി. ഇപ്പോൾ മകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമല്ലായിരുന്നു അന്ന്. ഭർത്താവ് സന്തോഷ് മേനോനുമായി നവ്യ അകൽച്ചയിലാണോ എന്ന ചോദ്യം വന്നു. നവ്യയ്ക്കൊപ്പം ഭർത്താവിനെ പൊതുവിടങ്ങളിലൊന്നും കാണാതെയായി. ഭർത്താവ് മുംബൈയിലും നവ്യ കേരളത്തിലും. ഇതെല്ലാം അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. ഇപ്പോഴിതാ വലിയൊരു സങ്കടത്തെക്കുറിച്ച് പറഞ്ഞുള്ള നവ്യ നായരുടെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. ഭർത്തൃമാതാവിന്റെ അപ്രതീക്ഷിത വിയോഗത്തെക്കുറിച്ചായിരുന്നു കുറിപ്പ്. ഒന്നിച്ചുണ്ടായിരുന്ന സമയത്തെ നല്ല ഓർമ്മകളുടെ ചിത്രങ്ങളും കുറിപ്പിനൊപ്പമായി താരം പങ്കുവച്ചിരുന്നു. എല്ലാമായിരുന്ന അമ്മ പോയ സങ്കടം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയായി സന്തോഷ് മേനോനും പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കുറിപ്പും വൈറലായിരുന്നു. സങ്കടകരമാണ്. ഈ അവസ്ഥയും നേരിട്ടല്ലേ പറ്റുകയുള്ളൂ. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അമ്മയോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ ഏറെയില്ലേ, അതൊക്കെ ഓർത്ത് മുന്നോട്ട് പോവാം തുടങ്ങി നിരവധി പേരാണ് കമന്റുകളിലൂടെയായി ആശ്വസിപ്പിച്ചത്. അമ്മയ്ക്കുള്ള ഫോട്ടോയ്ക്കൊപ്പം എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. സംസ്കാരം വൈകിട്ട് 3 മണിക്ക് ചങ്ങനാശ്ശേരിയിലെ പെരുന്നൈ വീട്ടിൽ വെച്ച് നടക്കും എന്ന് സന്തോഷ് മേനോനും അറിയിച്ചിരുന്നു. ഏറെ നാളായി ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു സന്തോഷ് മേനോന്റെ അമ്മ. അമ്മയുടെ വിശേഷങ്ങളും സന്തോഷങ്ങളും തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ സന്തോഷ് ഏറെ കാലങ്ങളായി പങ്കുവെച്ചുകൊണ്ടേയിരുന്നത്. അങ്ങനെ ആ വിളക്കണഞ്ഞു. എന്നും ഏതിനും ധൈര്യമായിരുന്നു. മരുമകളായിട്ടല്ല, മകളായി സ്നേഹിച്ചു. എല്ലാ സങ്കടങ്ങളിലും മക്കളെ വിഷമിക്കേണ്ട, അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് കൂടെ നിർത്തി. അമ്മ ആഗ്രഹിച്ചതുപോലെ ഇതുവരെ എല്ലാം ചെയ്തു. അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ എൻ്റെ നഷ്ടങ്ങൾ ഞാൻ സഹിച്ചു. എൻ്റെ നൃത്തം ഏറെ ഇഷ്ടപ്പെട്ട അമ്മ അവസാനമായി മാതങ്കി ഫെസ്റ്റിവലിൽ വന്നു. എൻ്റെ കച്ചേരി മുഴുവൻ കണ്ടു. 2 മണിക്കൂർ നൃത്തം ചെയ്തു എന്ന് അഭിമാനത്തോടെ എല്ലാവരോടും പറഞ്ഞു. മക്കളെ എന്നുള്ള ആ വിളി കാതുകളിൽ മുഴങ്ങി നിൽക്കുന്നു. മക്കളുടെ വിളക്ക് ഒരു കാലത്തും കെടില്ല, അമ്മയാ പറയുന്നേ, നിത്യശാന്തി നേരുന്നു എന്നായിരുന്നു നവ്യ കുറിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെയായി നവ്യയും സന്തോഷും അമ്മയുടെ വിശേഷങ്ങളും പങ്കുവെക്കാറുണ്ടായിരുന്നു. മകന്റെ ഭാര്യ എന്നതിലപ്പുറം മകളായി തന്നെയാണ് അമ്മ നവ്യയെ കണ്ടിരുന്നത്. ശാരീരികമായി വയ്യാതെയിരുന്ന അവസ്ഥയിലും നവ്യയുടെ നൃത്തം കാണാനും മാതങ്കിയിലെ പരിപാടികളുടെ ഭാഗമാവാനും അമ്മ എത്തിയിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമായി താരം വീണ്ടും അഭിനയ മേഖലയിൽ സജീവമായപ്പോഴും അമ്മയ്ക്ക് സന്തോഷമായിരുന്നു. അമ്മയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ സന്തോഷും പങ്കുവയ്ക്കാറുണ്ട്. ആഘോഷങ്ങളിലെല്ലാം അമ്മയ്ക്കൊപ്പമായിരുന്നു മകൻ. നവ്യയുമായി പ്രശ്നങ്ങളാണോ, ഇത്തവണയും കൂടെ ഇല്ലല്ലോ എന്ന ചർച്ചകൾ സജീവമായപ്പോഴും മൗനം പാലിക്കുകയായിരുന്നു ഇരുവരും. യൂട്യൂബ് ചാനലും ഡാൻസ് സ്കൂളും സിനിമയും ഒക്കെയായി നല്ല തിരക്കിലാണ് നവ്യ. ഇപ്പോൾ ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിതമാണ് ഇപ്പോഴത്തേതെന്നും താരം വ്യക്തമാക്കിയിരുന്നു. മുംബൈയിൽ സെറ്റിൽഡ് ആയിരുന്നു നേരത്തെ സന്തോഷ് മേനോൻ. എന്നാൽ അമ്മയ്ക്ക് മകൻ അടുത്ത് വേണമെന്ന ആഗ്രഹത്തിന്റെ പുറത്ത് അമ്മയ്ക്കൊപ്പം നാട്ടിൽ സെറ്റിൽഡ് ആവുകയായിരുന്നു. എനിക്ക് എൻ്റെ അമ്മയാണ് ലോകം എന്ന് പല പോസ്റ്റുകളിലൂടെയും സന്തോഷ് മേനോൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ പണമോ സ്വാധീനമോ കുടുംബത്തിന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസോ ഒന്നും എനിക്ക് വേണ്ട. എൻ്റെ മോൻ എനിക്ക് അടുത്തുണ്ടായാൽ മതിയെന്നാണ് എപ്പോഴും അമ്മ പറയാറുള്ളതെന്നും സന്തോഷ് മേനോൻ പറഞ്ഞിരുന്നു. 2010-ലായിരുന്നു നവ്യ നായരുടെയും സന്തോഷ് മേനോന്റെയും വിവാഹം കഴിഞ്ഞത്. വിവാഹത്തിന് ശേഷം നവ്യ സിനിമയിൽ നിന്നും നൃത്തത്തിൽ നിന്നും എല്ലാം വലിയൊരു ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുകയായിരുന്നു. എങ്കിലും പിന്നീട് തിരിച്ചെത്തി. അഭിനയത്തിലും നൃത്തത്തിലുമെല്ലാം സജീവമായി. ഈ സാഹചര്യത്തിൽ നവ്യയുടെയും സന്തോഷ് മേനോന്റെയും വിവാഹമോചന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്തുകൊണ്ട് സന്തോഷ് മേനോനെ പിരിഞ്ഞിരിക്കുന്നു എന്ന ചോദ്യത്തിന് സന്തോഷിന് അമ്മയെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല, അമ്മയ്ക്ക് ഷൂട്ടും തിരക്കുകളും ആയതിനാൽ മാറി നിൽക്കുന്നു എന്നായിരുന്നു തുടക്കത്തിൽ വന്ന വിശദീകരണം. വിവാഹമോചനം സംബന്ധിച്ച വാർത്തകളോട് ഇതുവരെ നവ്യ നായർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. നവ്യയുടെയും സന്തോഷിന്റെയും ഏക മകൻ സായി നവ്യയ്ക്കും കുടുംബത്തിനും ഒപ്പമാണ്. ശാന്ത മേനോൻ, നാരായണ മേനോൻ എന്നിവരുടെ മകനാണ് നവ്യയെ വിവാഹം ചെയ്ത മുംബൈയിലെ എക്സ്പോർട്ടായ സന്തോഷ് മേനോൻ. ചങ്ങനാശ്ശേരിയിലായിരുന്നു താമസം. അതേസമയം വിവാഹ ജീവിതത്തിന് ശേഷം സിനിമാ ജീവിതത്തിൽ നിന്ന് ഇടവേളയെടുത്ത താരം ചില TV ഷോകളിലും അഭിമുഖങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. വിവാഹ ജീവിതത്തിന് ശേഷം മുംബൈയിൽ താമസമാക്കിയ താരം 5 വർഷം മുൻപ് മുംബൈ വിട്ട് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. ശേഷം മാതങ്കി എന്ന നൃത്ത വിദ്യാലയം ആരംഭിച്ചു. ഇതിന് പിന്നാലെ നാട്ടിലും വിദേശത്തുമായി നിരവധി സ്റ്റേജ് ഷോകളും ഒക്കെയായി സജീവമാണ്. ഇതിന്റെ വിശേഷങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. എന്നാൽ നാട്ടിലേക്ക് തിരികെ വന്ന ശേഷം ഭർത്താവിന്റെ വിശേഷങ്ങളൊന്നും താരം പങ്കുവച്ചിരുന്നില്ല. 1-2 തവണ മാത്രം മകന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സന്തോഷ് എത്തിയിരുന്നു. നവ്യയുടെ യാത്രയിലും അച്ഛനും അമ്മയും സഹോദരനും മകനും മാത്രമേ ഒപ്പമുണ്ടായിരുന്നുള്ളൂ. വിശേഷ ദിവസങ്ങളിൽ പോലും സന്തോഷ് നവ്യയ്ക്കും മകനും ഒപ്പം സമയം ചിലവഴിക്കാറില്ല.
ഇതോടെ നവ്യയും സന്തോഷും വേർപിരിഞ്ഞുവെന്ന തരത്തിലുള്ള അഭ്യൂഹം ആരാധകരിൽ ചർച്ചയായി. പലരും അത് കമന്റ് ബോക്സുകളിലൂടെ ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനൊന്നും താരം മറുപടി നൽകിയിരുന്നില്ല. ദിവസങ്ങൾക്ക് മുൻപ് എല്ലാവരുടെയും സംശയത്തിനുള്ള മറുപടി നവ്യ തന്നെ നൽകിയിരുന്നു. ഭരതനാട്യം അവതരിപ്പിച്ച ശേഷം സന്തോഷിന്റെ അമ്മയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന നവ്യയുടെ വീഡിയോയും ഭർത്താവിന്റെ അമ്മയെയും പെങ്ങളെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ചിത്രത്തിന് പോസ് ചെയ്യുന്ന നടിയുടെ ഫോട്ടോയുമാണ് താരത്തിന്റെ ഫാൻ പേജുകളിൽ പ്രചരിച്ചത്. ഇതോടെ ഇതിൽ പരം എന്ത് മറുപടിയാണ് നടി നൽകേണ്ടത് എന്നായി ആരാധകരുടെ ചോദ്യം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.